ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 72 അക്രൂരാഗമനം ശ്ലോകം 7. സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃതപ്രസൃതകർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവത്ഭവനസന്നിധിമന്വയാസീത്. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സായം സ ഗോപ ഭവനാനി ഭവത് ചരിത്രഗീതാമൃത പ്രസൃത കർണ രസായനാനി പശ്യൻ പ്രമോദ സരിത് ഏവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവത് ഭവന സന്നിധിം അന്വയാസീത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സ ആ അക്രൂരൻ സായം വൈകിട്ട് ഭവചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി അങ്ങയുടെ പൂതന മോക്ഷം തുടങ്ങിയുള്ള ചെയ്തികളെക്കുറിച്ചുള്ള ഗീതങ്ങളാകുന്ന അമൃതവ്യാപ്തി കൊണ്ട് ചെവികൾക്ക് ശീതളത്വം നൽകുന്നതായ ഗോപഭവനാനി ഗോപമന്ദിരങ്ങൾ പശ്യൻ കണ്ടുകൊണ്ട് പ്രമോദസരിത കില ആനന്ദമാകുന്ന നദീപ്രവാഹം കൊണ്ട് ഊഹ്യമാന ഇവ അയത്നം കൊണ്ടുപോകപ്പെടുന്നവനെന്ന പോലെ ഗച്ഛൻ പോയിട്ട് ഭവത്ഭവന സന്നിധിം അങ്ങയുടെ ഗൃഹസമീപത്ത് അന്വയാസീത് ചെന്നു ചേർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സായം സ ഗോപ ഭവനാനി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവത് ചരിത്രഗീതാമൃത ഭവത് എന്നുള്ളതിൻ്റെ ഭാന്നും ഊന്നി പറയാനുള്ളതാണ്. പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദ സരിത് ഏവ കിലോഹ്യമാനോ ഗച്ഛൻ ഛൻ എന്നുള്ളത് അച്ഛൻ എന്നൊക്കെ ഉള്ളതിലത്തെ ഛ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. ഭവത് ഇവിടെയും ഭവത് എന്നുള്ളതിൻ്റെ ഭാന്നും ഭവന എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഊന്നി പറയണം. സന്നിധിം ധിം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അന്വയാസീത് അന്വ ന്വ എന്ന വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. അന്വയാസീത് അങ്ങനെ നിർത്താം. സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃതപ്രസൃതകർണരസായനാനി പശ്യൻ പ്രമോദസരിതേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവത്ഭവനസന്നിധിമന്വയാസീത്. അടുത്തത് 8ാമത്തെ ശ്ലോകം. താവദ്ദർശ പശുദോഹവിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്തർബ്രഹ്മാനുഭൂതിരസസിന്ധുമിവോദ്വമന്തം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. താവത് ദദർശ പശു ദോഹ വിലോക ലോലം ഭക്തോത്തമാഗതിം ഇവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തം അയം അഗ്രജവന്തം അന്തർബ്രഹ്മാനുഭൂതി രസസിന്ധും ഇവോദ്വമന്തം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭൂമൻ സർവശക്തനായ ഭഗവൻ, താവത് അപ്പോൾ, അയം ഈ അക്രൂരൻ, പശുദോഹ വിലോകലോലം പശുവിനെ കറക്കുന്നതു കാണാൻ തത്പരനും, ഭക്തോത്തമാഗതിം ഭക്തന്മാരിൽ ഉത്തമനായ അക്രൂരൻ്റെ വരവിനെ, പ്രതിപാലയന്തം ഇവ കാത്തിരിക്കുന്നവനെ പോലിരിക്കുന്നവനും, അഗ്രജവന്തം ജ്യേഷ്ഠനോടു കൂടിയവനും, അന്തർബ്രഹ്മാനുഭൂതിരസസിന്ധും ഉള്ളിൽ ബ്രഹ്മാനന്ദാനുഭൂതിയാകുന്ന സമുദ്രത്തെ, ഉദ്വമന്തം ഇവ വെളിയിൽ വിടുന്നവനെ പോലെ ഇരിക്കുന്നവനുമായ ഭവന്തം അങ്ങയെ ദദർശ കണ്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. താവത് ദദർശ
അത് ചേർത്തിട്ടാണ് താവദ്ദർശ. താവദ്ദർശ ഒരു ദ്ന്ന് 2 ദ്ന്നുണ്ട് മദ്ദളം എന്നൊക്കെ ഉള്ള പോലെ. അതൊന്ന് ഊന്നി പറയണം. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിം. ഭക്തോത്തമാഗതിം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവ പ്രതിപാലയന്തം. ഭൂമൻ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവന്തം ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. അയം അഗ്രജവന്തം അന്തർബ്രഹ്മാനുഭൂതി അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ബ്രഹ്മ നമ്മൾ നിറയെ പഠിച്ചതാണ്. മഹാന്ന് ഉച്ചരിക്കണം. ബ്രഹ്മാനുഭൂതി ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രസസിന്ധും ന്ധും നാഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. ഇവോദ്വമന്തം ദ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്തർബ്രഹ്മാനുഭൂതിരസസിന്ധുമിവോദ്വമന്തം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.